പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും സ്വർഗീയ അപ്പച്ചനും കോടാനകോടി നന്ദി പറയുന്നു. ഞാൻ ഇവിടെ വന്ന് എന്നെ ഈ സാക്ഷ്യപ്പെടാൻ നിർത്തിയത് ഈശോയുടെ സ്വർഗീയമായ ഒരു വലിയൊരു ഇടപെടലിനും മാതാവിൻ്റെ ഇടപെടലിനും വേണ്ടിയിട്ടാണ്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. 2002 ഓഗസ്റ്റ് 18 ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത്തിലെ കല്ലേറ്റുങ്കര ഇടവയിലെ അംഗമാണ്. എൻ്റെ മൂത്ത മകൻ ഡിഗ്രി കഴിഞ്ഞ് വിദേശത്ത് ജോലിക്കായി പോയി. അവിടെ ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൊറോണ ബാധിച്ച് എല്ലാം അടച്ചുപൂട്ടി. കൊച്ചിന് ജോലിയില്ലാതെയായി. അങ്ങനെ 3-5 വർഷം കൊച്ചവിടെ റൂമിലകപ്പെട്ടു. ആ സമയത്ത് അവന് കൊറോണ വരികയും അതിനോടനുബന്ധിച്ച് സ്കിൻ രോഗം വരികയും അതിൻ്റെ ഭാഗമായി ശരീരത്തിലെ അവയവങ്ങളെല്ലാം പഴുത്ത് വ്രണമായ അവസ്ഥയിലായി. ആ സമയം കൊച്ചു രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ ടവല് എല്ലാ ഭാഗങ്ങളിലും വെച്ചിട്ടാണ് കിടന്നുറങ്ങുക. അങ്ങനെ അത് ഓരോ ദിവസം കൂടി വരികയായിരുന്നു. അവൻ പണ്ട് മുതൽ പള്ളിയിലൊക്കെ പോയി എന്നും പ്രാർത്ഥനയിലൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവൻ ആ സമയങ്ങളിൽ ഫോണിലൂടെ വിശുദ്ധ കുർബാന കാണുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ടും രോഗാവസ്ഥ കൂടി വരുന്നത് കൊണ്ട് അവന് ഭയമായി. അങ്ങനെ ആ സമയം അവന് ഡിപ്രഷനിലേക്ക് അവനായി. അവനെന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഞാൻ വീട്ടിൽ വരാൻ വേണ്ടി അമ്മ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചു വീട്ടിലോട്ട് വന്നു. വീട്ടിലൊന്ന് വന്നപ്പോൾ ആ കൊച്ചിന് സ്കിന്നിൻ്റെ ബുദ്ധിമുട്ട് കാരണം 1 വർഷത്തോളം ഞങ്ങൾ അതിന് വേണ്ടി ചികിത്സയിലായി നടന്നു. അങ്ങനെ ഇന്ന് അവന് ജോലിക്കൊക്കെ പോകാൻ ഭയമാണ്. ഓഫീസ് ജോലി അവന് പേടിയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയം കൊച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ PG എടുത്തു. എന്നിട്ടും അവന് ജോലിക്ക് പോകാൻ അവൻ കൂട്ടാക്കുന്നില്ല. അവൻ വേണ്ട, ജോലിക്ക് പോകേണ്ട, ഞാനിങ്ങനെയൊക്കെ ആവും, ദൈവം എന്നെ ഇങ്ങനെയാണ് വിധിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പറയുമായിരുന്നു. ആ സമയത്ത് താഴെയുള്ള മകനും ഡിഗ്രി കഴിഞ്ഞു. അവനും ജോലിക്ക് പോകുന്നില്ല. ചേട്ടൻ്റെ അവസ്ഥ കണ്ട് അങ്ങനെ 2 മക്കളും ജോലിക്ക് പോകാതിരിക്കുന്ന അവസ്ഥ. 2 മക്കളും നന്നായി പഠിക്കുന്ന മക്കളായിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ ആകെ 0-യിലായി എന്നെനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എൻ്റെ ചേച്ചിയിലൂടെ ഞാൻ കൃപാസനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായത്. അന്ന് ഞങ്ങൾക്ക് കൃപാസനത്തിനെ പറ്റി ഒന്നും അറിയില്ല. ഞാനും ചേച്ചിയും ഇവിടെ എത്തിയപ്പോഴേക്കും 11 മണിയായി. അപ്പോൾ ഇവർ പറഞ്ഞു, ഉടമ്പടിയെല്ലാം കഴിഞ്ഞു, ഇനി 2 മണിക്കുള്ളൂ. ആ ഉടമ്പടിയിൽ കയറിയാൽ 7 മണിയാകുമ്പോൾ കഴിയുള്ളൂ എന്ന്. 7 മണിക്ക് കഴിയുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 11 മണിയാകും. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ, ഞാൻ വേറെ സ്ഥലത്ത്, ചേച്ചി വേറെ സ്ഥലത്ത്. എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. എങ്കിലും എനിക്കൊരു ഉൾവിളി പോലെ ഞാൻ പറഞ്ഞു, ചേച്ചിയോട് നമുക്ക് എന്തായാലും ഉടമ്പടി എടുത്ത് പോകാം, ഇനി നമ്മളല്ലെങ്കിൽ വരില്ല. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി എത്തി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കാൻ എന്ന് പോയാലും ഞങ്ങളുടെ ഉണ്ണീശോ പള്ളിയിൽ മാതാവും ഉണ്ണീശോയുടെ രൂപങ്ങളുണ്ടായി. ആ രൂപങ്ങളെ കെട്ടിപ്പിടിച്ച് എപ്പോഴും കരച്ചിലാണ്. എനിക്ക് എന്തും ആരോടും പറയുമ്പോഴും കരച്ചിലായിരുന്നു. സങ്കടമാണ് എനിക്ക് എപ്പോഴും. രാത്രി കിടക്കിൽ കരച്ചിൽ മാത്രം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ടായി. മാതാവ് എൻ്റെ നെറ്റിയിൽ വന്ന് ഇങ്ങനെ തൊടുന്നത് പോലെ, അതിൻ്റെ പാടി എൻ്റെ നെറ്റിയിൽ ഇപ്പോഴുണ്ട്. ഇങ്ങനെ മാതാവ് തൊട്ട പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. പിറ്റേ 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വര പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അമ്മോടൊക്കെ പറഞ്ഞു, എന്നെ മാതാവ് വന്ന് തൊട്ടു. അതിനുശേഷം ഞാൻ കരഞ്ഞിട്ടില്ല. എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ എല്ലാ വിഷമങ്ങളും. എൻ്റെ അമ്മയാണ് എനിക്ക് അവരെ നൽകിയത്. അമ്മയാണ് അവർ സംരക്ഷിക്കേണ്ടത്. എന്നെ നോക്കാൻ മാത്രമാണ് അമ്മേനെ ഏൽപ്പിച്ചത്. ഞാൻ നോക്കി ഇത്രയ്ക്ക് എത്തിച്ചു. ഇനി ചെയ്യേണ്ടത് അമ്മയാണെന്നുള്ള വിചാരത്തിൽ ഞാൻ ഇങ്ങനെ ഉടമ്പടി പ്രകാരം നടന്നു. ആ സമയത്ത് 2ാമത്തെ ഉടമ്പടി എടുക്കുന്ന സമയം എൻ്റെ താഴെയുള്ള മകനും എൻ്റെ കൂടെ ഇവിടെ വന്നു. ഉടമ്പടിയിലെടുക്കാൻ അവനും പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം അവന് ജോലി ശരിയായി. അവൻ ജോലിക്ക് പോയി. അവന് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. അതും മാതാവ് ഉടമ്പടി തൈലത്തിലൂടെ അവനെ സ്പർശിച്ചു. മൂത്ത മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവന് സങ്കടമാണ്. പ്രാർത്ഥിക്കേണ്ട, മാതാവ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് എപ്പോഴും പറയും. അതുകൊണ്ട് ഞാൻ അവനെ കാണിക്കലും ഒന്നും ചെയ്യില്ല. അവനെ കാണിക്കാതെ അവൻ്റെ ഭക്ഷണ സാധനങ്ങളിൽ ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഇട്ടുകൊടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. മാതാവേ, എൻ്റെ മകനെ സ്പർശിക്കണമേ, അവൻ നശിച്ചു പോകാൻ ഇടവരുത്തരുത് എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തന്നെ പ്രാർത്ഥനയിലേക്ക് വരുവാനും എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് ഉപ്പിടാനും, അമ്മ എന്തിനത് ഇടണേ? അപ്പോൾ ഞാൻ പറയും, മോന് നല്ലത് വരാനാണ്, ഒരു ഔഷധമായിട്ടാണ് ഞാനിത് നൽകുന്നത് പറയുമ്പോൾ അവനെപ്പോൾ ചോദിക്കാം, ഉപ്പിട്ടോ എന്ന് ചോദിക്കും.
അങ്ങനെ ഉപ്പും തൈലവും ഞാൻ അവന് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു മുഖാന്തരം യൂറോപ്പിലേക്ക് പോകാനായിട്ട് അവനൊരു അവസരം വന്നു. അത് അവനല്ല വന്നത്, അനിയനും ചേച്ചിയുടെ 2 മക്കൾക്കായിരുന്നു. അപ്പോൾ ഇവനോട് പറഞ്ഞു, അമ്മ എന്നെ വിടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ പോകാൻ ഇഷ്ടമാണെങ്കിൽ പോയിക്കോളാം പറഞ്ഞു. പക്ഷേ ഞാനത് പറയുമ്പോൾ എൻ്റെ എല്ലാ ആളുകളും ബന്ധുക്കളൊക്കെ പറയും, 3 വർഷത്തിലും അധികമായി കുഞ്ഞിങ്ങനെ ഇരിക്കണേ, അപ്പോൾ അവൻ പോയാൽ ശരിയാവോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മയ്ക്കും തിരുക്കുമാരനും സ്വർഗീയപ്പച്ചനും ഇഷ്ടമാണെങ്കിൽ മാത്രം എൻ്റെ മകനെ കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് തടസ്സമാക്കി അവനെ മാറ്റിയണമേന്ന്. പക്ഷേ ഇവന് വേണ്ടി വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം മാതാവ് വേഗം വേഗം ശരിയാക്കും. ചേച്ചിയുടെ മക്കളെക്കാൾ കൂടുതൽ ഇവരെ വേഗം ശരിയാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇവൻ്റെ വിസയുടെ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഒന്നും ഒരു കാര്യങ്ങൾ നടക്കണില്ലാതിരുന്നപ്പോൾ വേറെ ഇവരുടെ കൂടെയുള്ള 2 കുട്ടികൾ ശരിയായി, ഇവരുടെ ശരിയായില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഡിസംബർ മാസമായി, അമ്മയുടെ ഉണ്ണീശോയുടെ തിരുപ്പിറവിയിൽ എനിക്ക് അമ്മ എന്തെങ്കിലും സമ്മാനം തരണമെന്ന് പ്രാർത്ഥിച്ചു. ക്രിസ്മസിന് മുൻപായി എൻ്റെ മോൻ്റെ കാര്യം ശരിയായി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഉണ്ണീശോയ്ക്കും സ്വർഗീയപ്പച്ചനും കൂടാനുകൂടി ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ അമ്മ എനിക്ക് നൽകിയ അനുഗ്രഹത്തിന്. അതിനുശേഷം ഇപ്പോൾ മറ്റു മക്കൾക്കും ശരിയായി. എൻ്റെ മകനും ചേച്ചിയുടെ 2 മക്കളും ഇപ്പോൾ യൂറോപ്പിൽ പോയി 1 മാസമായി. എൻ്റെ മകനിപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ വീട്ടിലായിരിക്കുന്നതിനേക്കാളും സന്തോഷവാനായിട്ടാണ് ഞാൻ കാണുന്നത്. എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടു കൂടി ഞങ്ങളോട് സംസാരിക്കുകയും അതുപോലെ തന്നെ ചെന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ രൂപം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കൃപാസന മാതാവിനെ അവൻ മേശമേൽ അലങ്കരിച്ച് വെച്ച് കൊന്തയൊക്കെ ചാർത്തി ഒരു രൂപക്കൂട് പോലെ അവനാക്കിയിട്ട് ഞങ്ങളെ കാണിച്ചു തന്നു. അമ്മേ, ഞാനിവിടെ രൂപക്കൂട് ഇട്ടിട്ടുണ്ട്, ഞായറാഴ്ചകളിൽ ഞങ്ങൾ പള്ളി പോകുന്നുണ്ട്. ഹംഗറിയിലാണ് പോയത്. ഹംഗറി ഭാഷയാണ് കുർബാനയെങ്കിലും നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം നമ്മുടെ കുർബാനയുടെ. അതുകൊണ്ട് ഞങ്ങൾ കുർബാന ഞായറാഴ്ചകളിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എനിക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കൂടാനുകൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്കും എൻ്റെ അമ്മയ്ക്ക് സ്കിൻ രോഗമുണ്ടായിരുന്നു. അത് ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കത് മാറിക്കിട്ടി. ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കുടുംബത്തിനും സ്വർഗീയ അപ്പച്ചനും ഉണ്ണിച്ച വഴി ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, അമ്മേ, അവൻ എന്ത് വിഷമം വരുമ്പോൾ എന്നോടാണ് പറയുക. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അവൻ പോകുമ്പോൾ എനിക്ക് കൂടെ പോകാൻ പറ്റില്ല, അമ്മയും സ്വർഗീയ അപ്പച്ചനും ഉണ്ണിച്ചോയും അവൻ്റെ കൂടെ പോകണം. അവൻ്റെ എല്ലാ വിഷമ സങ്കടങ്ങളിലും അമ്മ കൂടെ ഉണ്ടായിരിക്കണം. അവനോട് പറഞ്ഞു, അവൻ്റെ കഴുത്തിൽ ഞാൻ ജപമാലയിൽ എൻ്റെ ഉടമ്പടി കാശ് രൂപം കൊടുത്തു വിട്ടു. ഞാൻ അവന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. അപ്പോൾ അവന് തന്നെ ഉടമ്പടി കാശ് രൂപം ഇരിക്കട്ടെ വിചാരിച്ച് അവൻ്റെ കഴുത്തിൽ ഞാൻ ഉടമ്പടി കാശ് രൂപം കൊടുത്തു വിട്ടു. അവനോട് പറഞ്ഞു, എന്ത് വിഷമം വന്നാലും എൻ്റെ മോൻ ഉടമ്പടി കാശ് രൂപത്തമ്മേൽ പിടിച്ച് എൻ്റെ അമ്മേനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവനെന്ന് അത് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മ എനിക്ക് ഇത്രയും നൽകിയ അനുഗ്രഹത്തിന് കൂടാനുകൂടി നന്ദി. ഞാനിവിടെ വന്ന് ഉടമ്പടി പത്രിക കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അവിടെ ചിലപ്പോൾ വൈകുന്നേരമാകും. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഉടമ്പടി പത്രം കൊടുത്തതിന് ശേഷമേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ രോഗികൾക്ക് ഞാൻ സാമ്പത്തികമായ സഹായങ്ങളും പ്രാർത്ഥിക്കുകയും ചെയ്യും. ആരെങ്കിലും വിഷമാവസ്ഥ കാണുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ എല്ലാവർക്കും ഞാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ചതിന് ശേഷം എന്തെങ്കിലും പാപങ്ങൾ ആരെങ്കിലും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഞാൻ അത് ഈശോയോട് പ്രാർത്ഥിക്കും. ഈശോയെ, ഞാൻ ഇന്ന കാര്യം ചെയ്തു, എൻ്റെ ഈശോയെ എനിക്ക് മാപ്പ് നൽകണമേ, വിചാരത്താൽ ഉപേക്ഷിയാൽ ഞാൻ ചെയ്തു പോയി എൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും. പിന്നെ ജപമാല ഞാൻ എന്നും പണ്ടേ മുതൽ ചെല്ലാറുണ്ട്. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും ബൈബിൾ എത്തിക്കാനും വായിക്കാനും എനിക്ക് കുറച്ച് മടിയായിരുന്നു. ഇന്ന് ഞാൻ വിശുദ്ധ കുർബാന എനിക്കൊരു ആവേശം അനുഭൂതിയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എനിക്ക് സങ്കടമാണ്. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മുടങ്ങാതെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വചനം ഒരു മണിക്കൂറുകളൊക്കെ വായിക്കും. ചില ദിവസങ്ങളിൽ വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പകരമായിട്ട് അടുത്ത ദിവസം ഞാൻ ചെല്ലും. ഇത്രയും നൽകിയ എൻ്റെ ഉണ്ണീശോയ്ക്കും സ്വർഗീയ അപ്പച്ചനും അമ്മയ്ക്കും കോടാനുകൂടി അനുഗ്രഹങ്ങൾ നന്ദി